പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമാകുകയാണ്. ഇസ്ലാമിൻ്റെ സന്തോഷദിനമായ ദിനരാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട മാസം റമളാൻ മാസമാണ്. അത് കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന മാസം ആ റമളാൻ പിടിച്ചതിന് ശേഷമുള്ള നമ്മുടെ പെരുന്നാളാണ്, ചെറിയ പെരുന്നാൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്തോഷിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണകളായി പിറക്കുന്നതായ ഹജറയുടെയും എല്ലാം ജീവിത ത്യാഗങ്ങളുടെ സംഭവങ്ങളെ കുറിച്ചും അക്കാര്യങ്ങളെ അയവിറക്കിക്കൊണ്ട് നമുക്ക് ഓർമ്മ പുതുക്കുന്നതായ ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുമ്പോഴുണ്ടാകുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്തോഷത്തിനും പരിശുദ്ധമായ ബലിപെരുന്നാൾ. പിന്നീട് നമ്മുടെ മനസ്സുകളിൽ ആനന്ദവും കുളിരും നൽകുന്നത് കുളിർമയുടെ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിന്റെ പുലരി എന്നറിയപ്പെടുന്ന ലോകത്തിന്റെ കാരുണ്യമായി പിറവിയെടുത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഇന്റെ പുലരി. ആഗോള മുസൽമാന്റെ അനിഷേധനായ മരക്കാരൻ, തുല്യത വയ്ക്കുവാൻ ഒരിക്കലും സാധിക്കാത്ത മഹത്വത്തിന്റെ മഹോന്നതനായ ലോകത്തിലെ ഏറ്റവും നല്ല കാരുണ്യത്തിന്റെ ഉറവിടം, നീതിയുടെ നായകൻ, പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഓരോ മുസൽമാന്റെയും ഹൃദയത്തിൽ സന്തോഷത്തിന്റെയും അനുഭൂതിയുടെയും സമയങ്ങൾ, നിമിഷങ്ങൾ നൽകിക്കൊണ്ട് ആ പൊൻപുലരി നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ആ പ്രവാചക സ്നേഹത്തിന്റെ റസൂലിന്റെ ആ എന്താ പറയുക പുഷ്പങ്ങൾ വിടരുകയായി. ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പ്രപഞ്ചത്തിലാകമാനം സ്വലാത്തുകളാൽ മുഖരിതമായിക്കൊണ്ട് വഴിത്താരകളിൽ അതാ എന്താ പറയുക, റൈഹാന പുഷ്പങ്ങളുടെ വാസന വീശിയടിക്കുന്ന മധുഹിന്റെ ഈരടികൾ കൊണ്ട് ആ പരിസരം മുഴുവനും നിറഞ്ഞു തുളുമ്പുന്ന മഹനീയമായ സുന്ദരമായ റബീഇന്റെ പുലരി നമ്മളിലേക്ക് ആഗതമാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചക ശിരോമണി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിനത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരാണ് പ്രവാചകൻ? മൈക്കിൾ എച്ച് ഹാർട്ട് അങ്ങ് പറഞ്ഞു, ദ 100 ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വെഡിങ്ങിൽ പേര് കൊടുത്തത് ദ പ്രോഫറ്റ് മുഹമ്മദ് എന്നായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ കേട്ടുകഴിഞ്ഞ കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളും, ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും ആ പ്രവാചകന്റെ സ്വഭാവങ്ങളും, അവിടുത്തെ എളിമയും അവിടുത്തെ മിതത്വവും ലാളിത്യവും കരുണയും എന്ന് വേണ്ട എല്ലാം നമുക്കറിയാവുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ മഹോന്നതമായി നാം പുകഴ്ത്തുമ്പോൾ തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ പൊന്നോമന പുത്രൻ, ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രൻ ഈസാ റളിയല്ലാഹു അൻഹു. ഈസാ നബി അലൈഹിസ്സലാമും ലോക മുസൽമാന്റെ ഹൃദയത്തിലെ ചങ്കില ചോരയാണ്. അതുപോലെ തന്നെ ഈസാ നബിക്ക് ശേഷം വന്ന ഈസാ നബി ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണെങ്കിൽ ആഗോളതലത്തിൽ അയക്കപ്പെട്ട പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 140 കോടി പരം മുസൽമാന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ ചങ്കില ചോരയായ, ആർക്കു വേണ്ടി ജീവിക്കുവാൻ, ആർക്കു വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറായോ അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന, അത്രയധികം ആ പ്രവാചകനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മുസൽമാന്റെ
ജീവന്റെ തുടിപ്പ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാമാണ്. എല്ലാവർക്കും അറിയാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഖൂല അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. സ്വഹാബത്തിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പലരും പറഞ്ഞു, പ്രവാചകരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലും അവർ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ എന്റെ ജീവിതത്തെക്കാൾ കൂടുതലായി ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അറിയുമോ സഹാബ മനുഷ്യരെ, അത്രയധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. സൗരഗുഹയിൽ മാളങ്ങൾ തന്റെ കയ്യിലിരുന്ന ചെറിയ ചെറിയ കടലാസുകളും തുണികളും കൊണ്ട് അടയ്ക്കുമ്പോൾ, ഒരു മാളത്തിൽ അടയ്ക്കാൻ തുണിയില്ലാതെ വന്നപ്പോൾ, അതടയ്ക്കാൻ പഴുതില്ലാതെ വന്നപ്പോൾ തന്റെ പാദവിരൽ കൊണ്ടടച്ച്. എന്നാൽ അതിനകത്തായിരുന്നു വിഷമുള്ള പാമ്പിരുന്നത്. ആ പാമ്പിന്റെ കടി ഏറ്റുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ഉണർത്താതെ വേദന കൊണ്ട് കരഞ്ഞപ്പോൾ കണ്ണിൽ നിന്നൊരു തുള്ളി ആ ശറഫാക്കപ്പെട്ട കവളത്ത് വീണപ്പോഴാണ് പ്രവാചകൻ എഴുന്നേറ്റത്. അബൂബക്കറെ, എന്താണ് അബൂബക്കറെ? അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമ്പോൾ നബിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ആ മാളത്തിൽ നിന്നും എന്നെ പാമ്പ് കടിച്ചു പ്രവാചകനെ. അള്ളാന്റെ ഹബീബിന്റെ ഉമ്മനീര് കൊണ്ട് അവിടത്തെ ആ വിഷമിറക്കിയില്ലേ. എന്തിനേറെ പറയുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്, ആ പ്രവാചകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും കരയുകയാണ്. അങ്ങ് മാറി നിന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് നിൽക്കുന്നു. അബൂബക്കർ ചെന്നില്ല. അബൂബക്കറിനറിയാം ഉമറിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്. ഈ പറയുന്ന എനിക്ക് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെങ്കിൽ ആ പ്രവാചകനെ ഉമറുൽ ഫാറൂഖ് എത്രമാത്രം സ്നേഹിച്ചു. എന്റെ ഹബീബെങ്ങാനും വഫാത്തായെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാളുകൊണ്ട്, എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വധിക്കാൻ വേണ്ടിയല്ല, എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചു. ഉമറെ, ക്ഷമിക്കണം ഉമറെ, പ്രവാചകൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയി ഉമറെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രമാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്? വല്ലപ്പോഴും ഒരു നിബിദിനം വരുമ്പോൾ മാത്രമുള്ള സ്നേഹം അതല്ല സ്നേഹം. സദാസമയവും നബിയെ സ്നേഹിക്കുകയും നബി പറഞ്ഞ ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ സുന്നത്തിനെ അനുധാവനം ചെയ്ത് ജീവിക്കുവാൻ നാം ശ്രമിക്കണം. അല്ലാഹു പ്രവാചകനെ സ്നേഹിക്കുന്ന സച്ചരിതരായ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.